എൻ്റെ കൈയും കാലും ഏറ്റവും കൂടുതൽ ഒടിഞ്ഞിരിക്കുന്നത് വെക്കേഷനാണ്. ഈ അടുത്തിടെ ഒരു ക്ലയൻറ്റ് പറഞ്ഞതാണിത്. ഹോളിഡേ സ്ട്രെസ്. പേരൻസ് ഏറ്റവും കൂടുതൽ ഹോളിഡേ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസം കുട്ടികളെ സ്കൂളിൽ വിടേണ്ട, കുറച്ച് ഫ്രീ ആയിരിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഈ ഹോളിഡേ സ്ട്രെസ് കൂടി വരിക. മറ്റത് രാവിലെ സ്കൂളിൽ പോയാൽ വൈകുന്നേരം അല്ല വരുള്ളൂ, അതുവരെയുള്ള സമയം ഫ്രീ ആണ്, പേരൻസ് ഫ്രീ ആണ്. പക്ഷേ ഇപ്പോൾ 24/7 ബേസിസിൽ നമ്മൾക്ക് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരുമ്പോൾ പല പേരൻസിനും ഇത് സ്ട്രെസ്സായിട്ട് മാറുകയാണ്. തന്നെയല്ല, കുട്ടികൾക്ക് ഈ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തത് കൊണ്ട് ഒരുപാട് അഡ്വഞ്ചറസ് കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ട് പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൈയൊടിയലും കാലൊടിയലും മറ്റ് മുറിവുകളും അതുപോലത്തെ ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഹോളിഡേ സ്ട്രെസ്സ്, പേരൻസിൻ്റെ ഹോളിഡേ സ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നൊരു ഫ്യൂ ടിപ്സാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. ഏറ്റവും നല്ലൊരു മെത്തേഡാണ് 7-7-7 റൂൾ. എന്താണ് ഈ 7-7-7 റൂൾ? പലപ്പോഴും നമ്മൾ വിചാരിക്കും കുട്ടികൾ നമ്മളുടെ കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു സമയം അവർക്ക് വേണ്ടി കൊടുക്കണ്ട എന്നുള്ളത്. സ്കൂളിൽ പോകുന്ന ദിവസമാണെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്കൂളിൽ എന്തുണ്ടായി, കുറച്ച് വിശേഷങ്ങളെങ്കിലും നമ്മൾ ചോദിക്കും. ഇത് രാവിലെ തൊട്ട് രാത്രി വരെ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടിയോട് എന്ത് ചോദിക്കാനാണ് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക്. അങ്ങനെയല്ല, ഈ 7-7-7 റൂള് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈ ഹോളിഡേ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് പറ്റും. ആക്ച്വലി ഇതൊരു പേരൻറ്റിങ് ടെക്നിക്ക് തന്നെയാണ്. വാട്ട് ഈസ് ദിസ് 7-7 റൂൾ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. 7 മിനിറ്റ് വീതം 3 നേരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൺസിസ്റ്റൻ്റായിട്ട്, ഫോക്കസ്ഡായിട്ട്, ഫ്രൂട്ട്ഫുള്ളായിട്ട് കൊടുക്കുന്നു. വേറൊന്നിലും നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി മാത്രം 7 മിനിറ്റ്. നമ്മൾ വിചാരിക്കും 7 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് കൊടുത്തു നോക്കിക്കേ. 7 മിനിറ്റ് അവർക്ക് വേണ്ടി മാത്രം കൺസിസ്റ്റൻ്റായിട്ട്, ഫോക്കസ്ഡായിട്ട് ക്വാളിറ്റി ടൈം കൊടുക്കുമ്പം, ഇൻറ്റൻസ് ടൈം കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിൻ്റെ പ്ലാനിങ് എന്നുള്ളത് നമുക്ക് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈവനിങ് ആകുമ്പോഴത്തേന് എങ്ങനെയാണ് ആ പ്ലാൻ ഓഫ് ആക്ഷൻ നടന്നത്, ഇനി അതിനകത്ത് എന്തൊക്കെയാണ് നടക്കാനുള്ളത് എന്നുള്ളൊരു രീതിയിലായിരിക്കണം ആ ഒരു 7 മിനിറ്റ്സ് പോകേണ്ടത്. നൈറ്റ് ആകുമ്പോൾ ഒരു ഇവാലുവേഷൻ. കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുഴുവനും എങ്ങനെയായിരുന്നു, അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഫണ്ണി ആയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മളൊരു ഇൻറ്റൻസ് ടൈം കൊടുക്കുമ്പം അവർക്കും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തിരിച്ചും നമുക്ക് പറയാനുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ളൊരു നല്ല സ്പേസാണ്. പ്ലാനിങ്ങിന് പറ്റിയൊരു ടൈമാണ്. അതുമാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പേരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല ബെറ്ററായി വരികയും നമുക്ക് ഡേകൾ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുകയും ചെയ്യും. വെക്കേഷന് പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു രീതിയാണ് പേരൻസ് കുട്ടികളെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ മറ്റ് പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരു ബണ്ടിലായിട്ട് എടുത്ത് അവർക്കങ്ങ് കൊടുക്കും. സ്വിമ്മിങ്ങിനും അതുപോലെ സ്കേറ്റിങ്ങും അതുപോലെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാൻസിങ് അല്ലെങ്കിൽ മ്യൂസിക്, ഇവരുടെ ടാലൻസോ കഴിവോ ഒന്നും നോക്കാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യാനുള്ള ഒരു സമയമല്ല വെക്കേഷൻ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ വിടാനുള്ള നല്ലൊരു സമയം തന്നെയാണ് വെക്കേഷൻ. ആ സമയത്ത് പ്രത്യേകിച്ച് അവരുടെ ടാലൻസുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണം നമ്മൾ അവരെ ചേർക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന പോലുള്ള അവസ്ഥയായിരിക്കും. കാരണം ഇവർ 1-2 ദിവസം പോവും, അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേന് അവർക്ക് അത് മടിപ്പാവും, ഫെഡപ്പാവും. പിന്നെ അതിൽ നിന്ന് കംപ്ലീറ്റ് മാറിയുന്ന ഒരു രീതി കാണാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ടാലൻസും കൂടെ മനസ്സിലാക്കി അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് രാവിലെ 7 തൊട്ട് വൈകിട്ട് 7 വരെയും ഭയങ്കര ടൈം ടേബിൾ ഓറിയൻറ്റഡ് ആയിട്ട് വെക്കേഷൻ ടൈം വിടേണ്ട ഒരു കാര്യമില്ല. എന്നാൽ ഒരു ടൈം ടേബിളിലുപരിയായിട്ട് ഒരു ടൈം ഷെഡ്യൂൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പലയിടത്തും വെക്കേഷന് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെക്കേഷൻ ഒന്നെങ്കിൽ ഒട്ടും കൺട്രോളില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയ പോലെ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യും. ഇത് രണ്ടും അല്ലാതെ ഇതിൻ്റെ ഇടയിലുള്ളൊരു മീഡിയം ലെവലാണ് നമ്മൾ വെക്കേഷന് എടുത്താൽ ഏറ്റവും നല്ലതായിരിക്കുന്നത്. ടൈം ടേബിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടൈം ടേബിൾ ഇല്ല, എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഷെഡ്യൂളിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയാൽ നമ്മളുടെ ഈ ഹോളിഡേ സ്ട്രെസ്സ് പേരൻസിന് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അതുകൊണ്ട് ഈ 7-7-7 റൂളും അതുപോലെ തന്നെ അവരുടെ വെൽബീയിങ്ങിന് ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പിന്നെ കമ്മ്യൂണിക്കേഷനും യാത്രകളും ഒക്കെ ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ ഹോളിഡേ സ്ട്രെസ്സ് കംപ്ലീറ്റ്ലി നമുക്കും കുട്ടികൾക്കും ഇല്ലാതെയായി ഒരു നല്ല വസന്തകാലം, നല്ലൊരു വെക്കേഷൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.